അസ്സലാമലൈക്കും. ഇന്ത്യക്കാണത്. അവർക്ക് 5 വർഷമായി ക്യാൻസർ അസുഖം ബാധിച്ചിട്ട് 4 സർജറി കഴിഞ്ഞു. ഈ സർജറി വേണമെന്ന് പറഞ്ഞത്. 4 പെൺകുട്ടികളും എൻ്റെ കയ്യിലുള്ളത്. ഒരാളെ കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചെടുത്തിട്ട് ഞങ്ങളെ കൊണ്ടൊരു ബാഗുമില്ല. ഞങ്ങളുടെ വീടിലും അക്കലോണിലും ഒരു മോനുള്ളത്. ഇനി സർജറി വേണമെന്നാ പറഞ്ഞത്. ചെയ്യാൻ ഒരു മാർഗമില്ല. അങ്ങനെ കൊണ്ട് നല്ലാരും സഹായിക്കണം. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല. കരയല്ലേ ഞങ്ങൾക്ക് ഇപ്പല്ല ജീവിതം വേണ്ട. ഇപ്പൊക്കെ 5 വർഷമായിട്ട് ക്യാൻസർ. വീടൊക്കെ ചട്ടിയിലാണ്. ഞങ്ങളെല്ലാരും സഹായിക്കണം. ഇപ്പല്ലാത്ത ജീവിതം ഞങ്ങൾക്ക് കഴിക്കും വേണ്ട. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫ്സൽ ഒളവണ്ണ. വളരെ സങ്കടം നിറഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസില. മാരകമായ ക്യാൻസർ ബാധിച്ച ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ടവനെ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം എന്താ പറയുക, കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. 3 പെൺമക്കളും ഒരു ആൺകുട്ടിയും ഭാര്യയും അടങ്ങുന്നതിന്റെ ഏക പ്രതീക്ഷയാണ് ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, വളരെ ദയനീയമായിട്ടാണ് ജമാലുദ്ദീന്റെ അവസ്ഥ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം സർജറി നടത്തേണ്ടതുണ്ട്, കീമോ ചെയ്യേണ്ടതുണ്ട്. ഇതിനൊന്നും പണമില്ല. ജമാലുദ്ദീനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നും 15 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയിട്ട് 20 ലക്ഷം രൂപയോളം വളരെ അടിയന്തരമായിട്ട് തിരിച്ചടച്ചാലേ ഇവരുടെ കിടപ്പാട് ഇവർക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഇതാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. കോഴിക്കോട് ആസ്റ്റർ മിംസിലെ ഡോക്ടർമാര് ഇദ്ദേഹത്തിന്റെ ചികിത്സക്കായിട്ട് 20 ലക്ഷം രൂപയോളാണ് പറയുന്നത്. എന്ത് ചെയ്യും ഈ പാവപ്പെട്ട കുടുംബം? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഇതുപോലൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടത്, സഹിക്കണില്ല. കാരണം എന്താ പറയുക, ക്യാൻസർ വന്നിട്ട് നിങ്ങൾ കണ്ടില്ല ഈ വീഡിയോയില് അദ്ദേഹത്തിന്റെ കഴുത്തൊക്കെ എന്താ പറയാ, കഴുത്തിന്റെ ഭാഗത്തൊക്കെ കുഴിഞ്ഞു കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ കണ്ടിട്ട് സഹിക്കണില്ല കണ്ടിട്ട്. എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ടി.പി. ഷാജി, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാനാണ്. പട്ടാമ്പി നമ്പറത്ത് താമസിക്കുന്ന ജമാല്, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 വർഷം മുമ്പ് ഇതിന് സമാനമായ രീതിയിലുള്ള ക്യാൻസർ ബാധിച്ച് ഏകദേശം 5 സർജറികൾ കഴിഞ്ഞതാണ്. നാട്ടുകാരുടെ സഹായവും അദ്ദേഹത്തിന്റെ വീട് പണയപ്പെടുത്തിയാണ് അന്ന് ആ ചികിത്സ പൂർത്തീകരിച്ചത്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ രീതിയിലാണ് ഇപ്പോൾ